UGC നെറ്റ് ജൂൺ 2026 ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെയ് 20 പറഞ്ഞിട്ടുള്ളത്. പക്ഷേങ്കിൽ ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡിജി ലോക്കറിൻ്റെ പ്രശ്നം കൊണ്ടും അതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ടും സ്റ്റക്കായി കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. ഒരു അവയർനെസ് വീഡിയോ മാത്രമാണ്. അതിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡൗട്ട്സ് എന്തെങ്കിലും ഉള്ളവർക്ക് ചോദിക്കുകയും ചെയ്യാം. ഈ വീഡിയോയിൽ 2 സെഷനായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. ഒന്ന് ഡിജി ലോക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യുന്നൊരു സെഷൻ, രണ്ടാമത്തേത് നോർമൽ ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ സെഷൻ. ഈ ആദ്യത്തെ സെഷനിൽ നിങ്ങൾക്ക് ഒരു ഡിജി ലോക്കർ കൺഫർമേഷൻ കൊടുക്കണം. അതായത് ഡിജി ലോക്കറിലെ ആധാർ നമ്പർ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഡാറ്റാസ് NTA-ക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ അതിന് സമ്മതമാണെന്നുള്ളൊരു കൺഫർമേഷൻ ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഡിജി ലോക്കറിൽ അക്കൗണ്ട് വേണം അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഉള്ള സാധനം നമ്മൾ അപ്രൂവൽ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സുകളാണ്. അതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 തരത്തിൽ നിങ്ങൾക്ക് ഡിജി ലോക്കർ ലോഗിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. അത് മൊബൈൽ നമ്പർ വെച്ചിട്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ് ID വെച്ചിട്ടാകാം, അല്ലെങ്കിൽ ആധാർ വെരിഫിക്കേഷൻ വെച്ചിട്ട്. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ മെത്തേഡിൽ ആധാർ വെരിഫിക്കേഷൻ ആണ് കുറച്ചുകൂടി എളുപ്പം. വേറെ ഒന്നുമല്ല, അത് ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്ത ആധാർ ആണെങ്കിൽ ഈസി ആയിട്ട് ഒരു OTP വരും. ആ OTP അടിച്ചു കൊടുത്താൽ അത് ഓക്കെ ആവും. അതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇൻ കേസ് അത് പറ്റുന്നില്ലെങ്കിൽ മൊബൈൽ നമ്പറും OTP വെച്ചിട്ട് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല, ഒരു സെക്യൂരിറ്റി പിൻ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി പിൻ ജനറേറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പിൻലെസ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. ആ കോളം ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പിന്നില്ലാണ്ട് ഡിജി ലോക്കറിലേക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. അവിടെ ഡിജി ലോക്കറിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് കംപ്ലയിൻസ്, അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് ജസ്റ്റ് റൈറ്റപ്പ് പോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചെക്ക് ചെയ്താൽ മതി ആർക്കെങ്കിലും ഡിജി ലോക്കറിൽ പ്രശ്നമുണ്ട് എങ്കിൽ. പിന്നെ മാത്രമല്ല, ആ പ്രശ്നമൊക്കെ ഒഴിവായി ഡിജി ലോക്കർ ഓപ്പണായി കിട്ടിയാൽ അവിടെ ആക്സസ് കൊടുക്കാൻ പറയുന്നത് ഏതിനൊക്കെയാണ് എന്നുള്ള രീതിക്ക് ടിക്ക് ഇടേണ്ട കുറച്ച് കോളം കാണും. അതിൽ ആധാർ കാർഡിൻ്റെ കോളത്തിൽ മാത്രം ടിക്ക് ഇട്ടാൽ മതി. അതല്ലാതെ മറ്റേതെങ്കിലും കോളത്തിൽ നിങ്ങൾ ടിക്ക് ഇട്ടാൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡിജി ലോക്കറിൽ അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് ശേഷമുള്ള പ്രോസസ്സിന് ചിലപ്പോൾ എന്തെങ്കിലും ഡിലേ വരാനോ സ്റ്റക്ക് ആവാനോ മറ്റെന്തെങ്കിലും മെസ്സേജ് പോപ്പപ്പ് ആയിട്ട് വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ ഡിജി ലോക്കർ ഓപ്പണായി കിട്ടിയാൽ അതിൽ ഓതൻറ്റിക്കേഷന് കൊടുക്കുന്നത് ആധാർ കാർഡിൻ്റെ കോളത്തിൽ മാത്രം ടിക്ക് ഇടുക, ബാക്കിയുള്ള കോളങ്ങളൊക്കെ അവിടെ ഒഴിച്ചു വെക്കുക, എന്നിട്ട് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അവിടെ മുതലാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയാൽ ആപ്ലിക്കേഷൻ നമ്പർ അവിടെ ജനറേറ്റ് ചെയ്ത് വരും. അത് മെയിലിലേക്ക് നിങ്ങൾക്ക് മെസ്സേജും വരും. അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു പാസ്വേഡ് അടിച്ചു കൊടുക്കാം, നിങ്ങൾ ഇഷ്ടത്തിനുള്ളൊരു പാസ്വേഡ് അടിച്ചു കൊടുക്കാം. ഇതൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാൽ ആ വിൻഡോ അങ്ങ് ക്ലോസ് ആവും. അപ്പോൾ പിന്നെയും നമ്മൾ ഹോം പേജിൽ പോയിട്ട് ന്യൂ രജിസ്ട്രേഷൻ എടുക്കാൻ പാടില്ല. ഓൾറെഡി രജിസ്ട്രേഷൻ കഴിഞ്ഞു. അപ്പോൾ ലോഗിൻ അല്ലെങ്കിൽ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 3rd ഓപ്ഷനായിട്ട് ആ ഒരു രജിസ്ട്രേഷൻ ഹോം പേജിൽ ആ 3rd ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ബാക്കി പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ഫസ്റ്റ് വിൻഡോയിൽ നമ്മളുടെ ജനറൽ ഇൻഫർമേഷനാണ് വരുന്നത്. അതിൽ പല ഇൻഫർമേഷനും നമ്മൾ ആധാർ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതാണ്. അതല്ല എങ്കിൽ അതിന് മുൻപ് നമ്മൾ ഡിജി ലോക്കർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാനുണ്ട്. ആ ഒരു ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നതാണ് ഈ ജനറൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന വിൻഡോ. അതിൽ ഏറ്റവും കാര്യമായിട്ട് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യേണ്ടത്, നമ്മൾ ഇപ്പം നോൺ ക്രീമി ലെയറിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കണം, അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോപ്പപ്പ് വരുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ നോൺ ക്രീമി ലെയറിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പറാണ് കൊടുക്കേണ്ടത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്, അത് കയറി നോക്കുക ഡൗട്ടുള്ളവർ. അപ്പോൾ അവിടെ നോൺ ക്രീമി ലെയർ നമ്പർ, അത് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, ഇഷ്യൂ ചെയ്ത ഓഫീസർ, അത് തഹസിൽദാർ എന്നാണ് കൊടുക്കേണ്ടത്. നോട്ട് ദ പോയിന്റ്, ഇഷ്യൂ ചെയ്ത ഓഫീസർ തഹസിൽദാർ എന്നുള്ള ഡീറ്റെയിലാണ് ഈ പറയുന്ന നോൺ ക്രീമി ലെയറിൻ്റെ ഡാറ്റ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ സേവ് ആൻഡ് നെക്സ്റ്റ്, എല്ലാ വിൻഡോക്കും സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്താൽ PWD അഥവാ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണോ അല്ലയോ എന്നുള്ളൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൻ്റെ അകത്ത് നോ കൊടുക്കേണ്ടവർ നോ, യെസ് കൊടുക്കേണ്ടത് യെസ്, അത് കൊടുത്ത് അതും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താലാണ് ഒരു അപാർ ID കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപാർ ID എന്ന് പറയുന്നത് ABC ID എന്ന് പറയുന്ന അതേ ID, സിമിലർ സാധനമാണ്. അതിൻ്റെ അകത്ത് ഓപ്ഷൻ യെസ് ഓർ നോ കൊടുക്കാനുണ്ട്. അത് നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് ID-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നമ്പറാണ്, അതിനെക്കുറിച്ച് ബോധേഡാവണ്ട. അവിടെ നോ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നോ കൊടുത്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അതിന് അവിടെ കുഴപ്പമൊന്നും വരാനില്ല. സോ എക്സാം സെൻറ്ററും മറ്റ് ഡീറ്റെയിലും വരുന്നതാണ് നെക്സ്റ്റ് വിൻഡോ വരിക.
അപ്പോൾ അതിൻ്റെ എക്സാം ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ PGൻ്റെ എക്സാമാണ്, നമ്മളെ മാസ്റ്റേഴ്സാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ സെൻറ്റർ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ സെൻറ്റർ കിട്ടേണ്ടത് അതിൽ 4 ഓപ്ഷൻസ് കൊടുക്കാനുണ്ടാവും. ഇപ്പം കേരളത്തിൽ നിന്നുള്ളവർക്ക് കേരളം, അതിൽ 4-5 ഡിസ്ട്രിക്റ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് 4ഉം നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ സേവ് ചെയ്യുക. 4 ഓപ്ഷൻ കൊടുക്കണം, നിർബന്ധമായും കൊടുക്കണം. പിന്നെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക്, അതായത് തമിഴ്നാട്, കർണാടക അങ്ങനെയുള്ള നിയർ ബൈ സ്റ്റേറ്റുകളിലേക്കുള്ള ഓപ്ഷൻ ഇപ്പോൾ കാണുന്നില്ല. എപ്പോഴെങ്കിലും ലൈവ് ആവുന്നവർക്ക് ആ ഓപ്ഷനും കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ആ സെൻറ്ററും സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഈ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ പ്രധാനമായും PG പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ജയിച്ച വർഷം, നിങ്ങൾക്ക് അതിൽ കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജ്, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ നമ്പർ, ഇത്തരം ഡീറ്റെയിൽസ് ആണ് അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളത്. അവിടെ എവിടെയും ഒരു ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അതായത് PGൻ്റെ മാർക്ക് ലിസ്റ്റോ മറ്റ് കാര്യങ്ങളോ ഒന്നും, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള ഒരു ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യേണ്ട. ജസ്റ്റ് നമ്പേഴ്സ് അടിച്ചു കൊടുത്താൽ മതി. PGയുടെ മാർക്ക്, അതിൻ്റെ പെർസെൻറ്റേജ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നോളൂ. അതല്ല വരുന്നില്ലെങ്കിൽ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാസ്സായ ഈ വർഷം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കൃത്യമായിട്ട് കൊടുക്കാൻ നോക്കുക, അല്ലാണ്ട് ബോധഡ് ആവേണ്ട ഒരു പ്രശ്നം ആ ഏരിയയിൽ ഇല്ല. പിന്നെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് അപ്ലൈ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിൻഡോ ആണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ നിങ്ങൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറിനാണോ, JRFനാണോ, PhD ഓൺലിക്കാണോ എന്നുള്ള 3 കോളം വരും. നെറ്റ് ഇതുവരെ ഇല്ലാത്തവരാണ് എങ്കിൽ 3 കോളവും ടിക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതായത് ഒന്ന് മാത്രമല്ല, 3 കോളവും ഒരേ സമയം നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. അതല്ല, ഒന്ന് മാത്രം വേണമെങ്കിൽ ഒന്ന് മാത്രം ടിക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ നെറ്റ് വേണ്ടുന്നവർ, അല്ലെങ്കിൽ നെറ്റ് ഇതുവരെ കിട്ടാത്ത, ആദ്യമായിട്ട് ഇനി നെറ്റ് കിട്ടണം എന്നുള്ളവർ 3 കോളവും ടിക്ക് ചെയ്യുക. 3 കോളം ടിക്ക് ചെയ്യുക എന്ന് വെച്ചാൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് കൊടുത്താൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് JRFൻ്റെ മാർക്ക് ഉണ്ടെങ്കിൽ JRF കിട്ടില്ല, ആ ഒരു കോളം മാത്രമാണ് ടിക്ക് ചെയ്തതെങ്കിൽ. അപ്പോൾ നിങ്ങൾ JRFൻ്റെ കോളം കൂടി ടിക്ക് ചെയ്യണം, എന്നാലേ JRF കിട്ടുള്ളൂ. പിന്നെ PhD ഓൺലി എന്ന് പറയുന്നൊരു ഓപ്ഷൻ, അത് അവിടെ ഉണ്ട്, ഉള്ള സ്ഥിതിക്ക് ടിക്ക് ചെയ്തോളുക. വേറെ പ്രത്യേകിച്ച് ആലോചിക്കൊന്നും വേണ്ട. കാരണം PhD എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ആ മാർക്ക് ഉണ്ടെങ്കിൽ PhDക്ക് അഡ്മിഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അതുകൊണ്ട് അതും മിസ് ചെയ്യേണ്ട. സോ ചുരുക്കി പറഞ്ഞാൽ, നെറ്റിന് എയിം ചെയ്യുന്ന ഒരാളാണെങ്കിൽ വേറെ ഡൗട്ടൊന്നും വെക്കാണ്ട് 3 ബോക്സിലും ടിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓൾറെഡി നെറ്റ് കിട്ടി JRFന് വേണ്ടിയിട്ടാണ് എക്സാം എഴുതുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒന്നുകിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ JRF 2 കോളം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 3 കോളം എല്ലാം ടിക്ക് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതല്ലെങ്കിൽ JRF ഓൺലി, JRFന് മാത്രമുള്ളൊരു കോളം ഉണ്ട്, ആ കോളം മാത്രം നമുക്ക് ടിക്ക് ചെയ്യാം. അതായത് നെറ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയല്ലോ, അപ്പോൾ JRFൻ്റെ കോളം മാത്രം ടിക്ക് ചെയ്താൽ ഇനി JRFൻ്റെ എക്സാമിന് എന്നുള്ള രീതിക്ക് നമുക്ക് എക്സാം എഴുതാം. അപ്പം അത് ഓപ്ഷനിലാണ്. JRF മാത്രം ക്ലിക്ക് ചെയ്യാം, അതല്ല അസിസ്റ്റൻറ്റ് പ്രൊഫസർ JRF ഇല്ല എല്ലാ കോളവും ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നെറ്റ് കിട്ടാത്തവർ JRF മാത്രം കൊടുത്ത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ കൊടുത്തിട്ടില്ല എങ്കിൽ ഇപ്രാവശ്യത്തെ റൂൾസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് JRF പ്ലസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് മുൻപ് കിട്ടുന്ന പോലെ ഒരു പ്രിവിലേജ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ JRF കിട്ടിയാലും ഇത്രയും മാർക്ക് ഉണ്ടായിട്ടും റിസർച്ചിന് മാത്രമേ ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് ലെക്ചറായിട്ടോ അല്ലെങ്കിൽ ലെക്ചറായിട്ടോ പോകാൻ പറ്റില്ല എന്നൊരു റൂൾ അവർ കൊണ്ടുവന്നാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒന്നുകൂടി എടുത്തെടുത്ത് പറയാം, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾക്കാർ നെറ്റ്, JRF, PhD ഓൺലി എല്ലാ കോളും ടിക്ക് ചെയ്യുക. സാധാരണഗതിയിൽ അങ്ങനെ വരാറില്ല. JRF കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി നെറ്റ് അഥവാ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആ ഒരു ക്വാളിഫിക്കേഷൻ കൂടി കിട്ടാറുണ്ട്. പക്ഷേങ്കിൽ അപ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ വിൻഡോയിൽ JRF ആൻഡ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓൺലി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അതിന് യൂസ് ചെയ്ത ടേംസുകൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ഉദ്ദേശത്തിലാണെന്ന് നമുക്കറിയില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല അതിനെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ JRFന് മാർക്ക് കൂടും, അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് കിട്ടില്ല, അങ്ങനെ കുറേ കിംവദന്തികൾ സ്പ്രെഡ് ആവുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. 3 കോളും ടിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. നെറ്റ് ഉള്ളവർ മാത്രം അത് 3 കോളും ക്ലിക്ക് ചെയ്യണോ അതോ JRF മാത്രം ക്ലിക്ക് ചെയ്യണോ എന്നുള്ളത് ആലോചിച്ച് JRFന് അപ്ലൈ ചെയ്യുന്നവർ JRFന് മാത്രം ക്ലിക്ക് ചെയ്യാം. ഒന്നുകൂടി സെയിം സാധനം റിപ്പീറ്റ് ചെയ്യാണ്. നെറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതുവരെ നെറ്റ് കിട്ടാത്തവർ 3 കോളും ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം ആപ്ലിക്കേഷൻ പ്രോസസ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്ന വിൻഡോ എന്ന് പറയുന്നത് ലൈവ് ഫോട്ടോഗ്രാഫിക്കുള്ളൊരു വിൻഡോ ആണ്. അവിടെ നിങ്ങൾ ലൈവ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി വീട്ടിലില്ല എങ്കിൽ അക്ഷയ ത്രൂ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഫേ ത്രൂ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ.
അവിടെ ആ ഒരു ഫോട്ടോ എടുക്കണമെന്നേ ഉള്ളൂ. ആ ഫോട്ടോ അപ്ലോഡ് ആയിക്കഴിഞ്ഞാൽ അത് അപ്ലോഡ് വിൻഡോയും വരും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു സേവ് ആൻഡ് നെക്സ്റ്റ് വിൻഡോയും വരും. അപ്പോൾ അപ്ലോഡ് ആയി എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ കൂടി കൊടുക്കണം. സോ സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ കൂടി കൊടുത്ത് ആ ഫോട്ടോ അവിടെ വന്നിനെന്ന് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അടുത്ത വിൻഡോ എന്ന് പറയുന്നതാണ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ട വിൻഡോ. അവിടെ നമ്മൾ ഡോക്യുമെൻറ്റ്, സ്കാൻഡ് ഡോക്യുമെൻറ്റ്, ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് മാത്രമാണ് ഈ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നമുക്കൊരു അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നത് ഈ ഒരു ഏരിയയിൽ മാത്രമാണ്. അതിൽ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. അത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ കൺഫർമേഷൻ വിൻഡോയും കൂടി വരും. അത് കഴിഞ്ഞിട്ടാകുമ്പം നിങ്ങൾക്ക് വരുന്ന വിൻഡോ എന്ന് പറയുന്നത് നിങ്ങളുടെ മൊത്തം ഡാറ്റ, ഇതുവരെ കൊടുത്ത മുഴുവൻ ഡാറ്റ ചെക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതിൽ ഓരോ സെഷനും സെപ്പറേറ്റ് ചെക്ക് ചെയ്ത് ഞാനത് ചെക്ക് ചെയ്തു എന്നുള്ള കൺഫർമേഷൻ ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ എബൌട്ട് 3 കോളംസ് എങ്ങാണ്ട് ടിക്ക് ചെയ്യാനുണ്ട്. അത് മുഴുവൻ ടിക്ക് ചെയ്ത് കൊടുത്താൽ ഒരു ഫൈനൽ സബ്മിഷനുള്ള ഒരു ഓപ്ഷൻ വരും. ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ പോപ്പപ്പ് മെസ്സേജ് വരും. കൺഫർമേഷൻ പോപ്പപ്പ് എന്ന് പറഞ്ഞാൽ അതിലവിടെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി എന്ന് പറയുന്ന ഒരു കൺഫർമേഷൻ പോപ്പപ്പ് മാത്രമേ വരുള്ളൂ. നിങ്ങൾക്ക് മെയിലായിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ ഒന്നും ഈ മെസ്സേജ് വരുന്നതല്ല. ജസ്റ്റ് അവിടെ പറയും, അത്രയേ ഉള്ളൂ. സോ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽ ഫോട്ടോ ആയിട്ട് എടുത്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നിന്ന് ഫോട്ടോ എടുത്ത് വെക്കോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാതിരിക്കാം. അതൊന്നും ഒരു കൺഫ്യൂസിങ് ഏരിയ അല്ല, ഒരു നെസസിറ്റി അല്ല. ജസ്റ്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് ഫോർവേഡ് ആവുക. അങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഫോർവേഡ് ആകുമ്പോൾ ഒരു OTP ചോദിക്കും. അത് ജിമെയിലാണ് വരിക. മെയിലിൽ OTP വരും, മെസ്സേജ് ആയിട്ട് വരില്ല. അപ്പോൾ ജിമെയിലിൽ വരുന്ന OTP വെച്ചിട്ട് അത് നെക്സ്റ്റ് വിൻഡോയിലേക്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരിക. ആ ഫീ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കാർഡ് വെച്ചിട്ടാണോ അല്ല ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണോ എങ്ങനെയാണോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള ഓപ്ഷൻ വരും. അത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു കൺഫേം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺഫർമേഷൻ, ആ ഒരു കൺഫർമേഷൻ വരും. ആ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് പ്രിൻ്റ് ഔട്ടായിട്ട് കിട്ടും. അത് പ്രിൻ്റ് ചെയ്ത് ഹാർഡ് കോപ്പി ആയിട്ട് കയ്യിൽ വെക്കുക നിർബന്ധമാണ്. അതേ സാധനത്തിനെ കുറിച്ചിട്ടുള്ള, അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള അതിൻ്റെ ജിമെയിൽ മെസ്സേജും നോർമൽ ടെക്സ്റ്റ് മെസ്സേജും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജും ജിമെയിൽ മെസ്സേജും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക ചെയ്യാതിരിക്കാം. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. എന്തായാലും മെയിലിൽ കൺഫേംഡ് മെസ്സേജ് അവിടെ കിടക്കും എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് പിന്നീട് എടുത്തു നോക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത്രയാണ് മൊത്തം നെറ്റിൻ്റെ പ്രോസസ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിലെവിടെയെങ്കിലും വീണ്ടും ക്ലാരിഫിക്കേഷൻ വേണ്ടവരോ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ട് എന്നുള്ളവരോ ചോദിക്കുക, നമുക്ക് പറഞ്ഞു തരാം. ഹോപ്പ് ഐ ക്യാൻ ഹെൽപ്പ്. അപ്പോൾ താങ്ക് യു. ഇതുവരെയുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് പലർക്കും പല ഡൗട്ടുകളും ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് ലാസ്റ്റ് 5 ഡേയ്സേ ഉള്ളൂ. അപ്പം എങ്ങനെ ചെയ്യുക, എന്താ ചെയ്യുക എന്നുള്ള കൺഫ്യൂഷനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഡാറ്റ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തൊരു ചെറിയൊരു വീഡിയോ ആണ്. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ് ആൻഡ് താങ്ക് യു. ഇവിടെ നിന്ന് മുതൽ അങ്ങോട്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിജി ലോക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അത് മുഴുവൻ വായിച്ചിട്ട് ഓടിയിടുന്നില്ല നമ്മൾ. അതുകൊണ്ട് ആവശ്യമുള്ളവർ കൃത്യമായിട്ട് വായിച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവരവർക്ക് ആവശ്യമുള്ള രീതിയിൽ അത് യൂസ് ചെയ്യണം. അപ്പോൾ ഓക്കെ. ഒന്നുകിൽ ഓഫീസ് ടൈമിലോ അല്ലെങ്കിൽ മോർണിംഗ് ടൈമിലോ എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഡിജി ലോക്കർ ആക്റ്റീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പേഴ്സണലായിട്ട് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പ്രോസസ്സ് മുഴുവൻ നമുക്ക് ഈസിയാണ്. അത് മൊബൈലിൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ സ്വന്തമായിട്ടോ അതല്ല അക്ഷയ ത്രൂ അല്ലെങ്കിൽ കഫേ ത്രൂ ഏതെങ്കിലും ഒരു സെൻറ്റർ ആക്സസ് ചെയ്തിട്ടോ നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഈ ഡിജി ലോക്കറിന് എന്ന് പറഞ്ഞാൽ മൊബൈൽ നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ആധാർ നമ്പർ വെച്ചിട്ടോ നമുക്കത് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ഡിജി ലോക്കർ ഇല്ലാത്തവരാണെങ്കിൽ ആ ആധാർ നമ്പർ വെച്ചിട്ടൊരു അതിൽ സൈൻ അപ്പ് ഓപ്ഷൻ ഉണ്ട്. ആ സൈൻ അപ്പ് ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഉള്ള ആധാർ നമ്പറും OTP നമ്പറും ഒക്കെ വെച്ചിട്ട് അതിലേക്ക് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിലൊരു പ്രശ്നം വരാൻ സാധ്യത എന്ന് വെച്ചാൽ നിങ്ങൾ ആധാർ എടുക്കുന്ന സമയത്ത് കൊടുത്ത നമ്പർ ചിലപ്പോൾ പലർക്കും ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ ഈ ഡിജി ലോക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കണം. കാരണം ഓരോ ആൾക്കാർക്കും ഓരോ പ്രശ്നങ്ങളാണ് വരുന്നത്.